സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നമ്മളുടെ പല സംഭവങ്ങളും കേൾക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. സമ്പത്തല്ല, എത്ര സ്വർണം പതിച്ച കൊട്ടാരത്തിൽ കഴിഞ്ഞാലും അത് ആർക്കും ഒരു തണലായി മാറുന്നില്ല. സമ്പത്ത്, പണം ഒരിക്കലും നമുക്ക് തണലല്ല. നമ്മളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ സമ്പത്ത് കൊണ്ട് ആവുന്നില്ല. അതാണ് ഇപ്പോൾ പല സംഭവങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല, എളിയവളാണ്. എന്നാലും ബൈബിളിൽ തളർവാദ രോഗിയെ യേശു സുഖമാക്കുന്നൊരു സംഭവമുണ്ട്. അതിൽ തളർവാദ രോഗിയെ 4 പേര് ചുമന്ന് താഴ്ത്തിറക്കി. അവരുടെ വിശ്വാസം വളരെ വലുതാണ്. ആളുകൾ നിന്നിട്ട് പോലും മേൽക്കൂര പൊളിച്ച് 4 പേര് ചുമന്ന് തളർവാദ രോഗിയെ താഴെ ഇറക്കി. അവരുടെ വിശ്വാസം വലുതാണ്. അതിനെ നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റില്ല. എങ്കിലും യേശു ആ തളർവാദ രോഗിയോട് പറഞ്ഞത് എങ്ങനെയാ? നിന്റെ രോഗം സുഖപ്പെട്ടു, നീ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടക്കുക എന്നല്ല, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്നാണ്. പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. നിന്റെ രോഗം സുഖമാക്കി എന്നല്ല പറയുന്നത്. എളിയവളായി ഞാൻ ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള ജ്ഞാനമൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണത്. നമ്മളുടെ മനസ്സിലാണ് ആദ്യം രോഗം വരിക. ശരിക്കും മനസ്സിൽ രോഗം വരുമ്പോഴാണ് ശരീരത്തിൽ അത് ബാധിക്കുക. മനസ്സിലാണ് സമാധാനം വേണ്ടത്. മനസ്സിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടായാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. സമ്പത്ത് നമുക്ക് താനേ ഉണ്ടാവും. സമാധാനം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമില്ലായ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ പാപം ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ സംസാരം കൊണ്ടെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്കൊരു തലവേദനയോ വിഷമമോ സങ്കടമോ ഒക്കെ ആയി ബാധിക്കാം. അതാണ് യേശു പറഞ്ഞത്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് അകന്നാൽ, മനസ്സിൻ്റെ ഉള്ളിലുള്ള പാപത്തിൽ നിന്നും നമ്മൾ മാറി അകന്നാൽ നമ്മളുടെ രോഗമെല്ലാം നമ്മളെ വിട്ടുപോകും. മനസ്സമാധാനം വേണം, മനസ്സിന് സമാധാനം വേണം. സമ്പത്ത് താനേ വന്നുകൊള്ളും. അതല്ലേ ശരി? താങ്ക്സ് ഓൾ.